നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിലെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏരിയ എന്നുള്ള സെക്ഷനാണ് പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ ദ പരാബോള y ഈക്വൽ ടു 4x - x² ആൻഡ് ദ ലൈൻ y ഈക്വൽ ടു x. അപ്പോൾ ഇവിടെ ഒരു പരാബോളയും ഒരു ലൈനുമാണ് തന്നിരിക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ് തന്നിരിക്കുന്നത്. അവ തമ്മിൽ ഉണ്ടാക്കുന്ന ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഏരിയയിൽ ആ പോർഷനിലെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ പരാബോളാസ് നമ്മൾ ഇക്വേഷൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വരയ്ക്കാൻ അറിയാം, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ഇവിടെ തന്നിരിക്കുന്ന പരാബോള y ഈക്വൽ ടു 4x - x² എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പരാബോളയുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് എക്സിന് ഒരു വാല്യൂ കൊടുക്കും, കറസ്പോണ്ടിങ് y കണ്ടുപിടിക്കും, അതുപോലെ വൈക്ക് ഒരു വാല്യൂ കൊടുക്കും, കറസ്പോണ്ടിങ് x കണ്ടുപിടിക്കും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരുന്നല്ലോ, ആ രീതിയിൽ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജനറൽ ഗ്രാഫ് അറിയാത്ത ഇത് ഈ രീതിയിൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പരാബോള എന്താണ്? y ഈക്വൽ ടു 4x - x² ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് വേണ്ട പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വേണം, അതുപോലെ തന്നെ ഏത് രണ്ടിലൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണെന്ന് അറിയണം, എന്നാലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പരാബോളയുടെ പോയിൻറ്റ്സ്, ഈ പരാബോളയിൽ ലൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, ഇങ്ങനെ രണ്ട് കോളായിട്ട് വെച്ചു. ഞാൻ എക്സിന് ഒരു വാല്യൂ കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഏറ്റവും ഈസി ആയിട്ട് എക്സിന് 0 കൊടുത്താൽ, ഇവിടെ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എന്ത് കിട്ടും നോക്കാം. രണ്ട് സ്ഥലത്തും എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 - 0 എന്നുള്ള ഫോമിൽ വരും. ദാറ്റ് ഈസ് y ഈക്വൽ ടു 0. സിമ്പിളായിട്ടുള്ള വാല്യൂസ് കൊടുത്താൽ മതി, അപ്പം നമുക്ക് പ്ലോട്ട് ചെയ്യാനും എളുപ്പമുണ്ട്. ഓക്കെ, വാല്യൂസ് കണ്ടുപിടിക്കാനും എളുപ്പമുണ്ട്. ഇനി നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 1 കൊടുക്കാം. എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ 4 - 1 വരും, ദാറ്റ് ഈസ് 3. ദെൻ എക്സ് ഈക്വൽ ടു 2 കൊടുത്താൽ 8 - 2², ദാറ്റ് ഈസ് 4, ദാറ്റ് ഈസ് 8 - 4 4 വരും. 2 എന്നുള്ള വാല്യൂ കൊടുത്താൽ കിട്ടുന്നത് വൈക്ക് കറസ്പോണ്ടിങ്, എക്സിന് 2 കൊടുത്താൽ വൈക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 4 ആണ്. ദെൻ എക്സിന് 3 കൊടുത്ത് നോക്കാം. നമുക്ക് 4-5 പോയിൻറ്റ്സ് വേണം, എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുള്ളൂ. ദെൻ എക്സിന് 3 കൊടുത്താൽ വരുന്ന എന്തായിരിക്കും? 12 - 3², ദാറ്റ് ഈസ് 9. അപ്പോൾ 12 - 9 എന്ന് പറയുന്നത് 3. അപ്പോൾ 3 എന്നുള്ളതായിരിക്കും അവിടുത്തെ പോയിൻറ്റ്. ദെൻ എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 16 - 4². 4² എന്താണ്? 16. 16 - 16 0. അപ്പോൾ 40 എന്നായിരിക്കും അടുത്ത പോയിൻറ്റ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വെച്ച് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ XY ആക്സിസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിൻ 0 0. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് 0 0. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പരാബോള സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് 1 3 ആണ്. അപ്പോൾ 1ന് നേരെ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതല്ലേ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ. 1 3 എന്നുള്ള പോയിൻറ്റ് ഇതായിരിക്കും. ദെൻ 2 4 എന്തായിരിക്കും? എക്സ് ആക്സിസിൽ 2 എന്നുള്ള പോയിൻറ്റിന് നേരെ കറസ്പോണ്ടിങ് ആയിട്ട് y ആക്സിസിൽ 4 എവിടെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. ദെൻ 2 4 വന്നു. നെക്സ്റ്റ് 3 3 എന്ന് പറയുന്നത് എന്താണ്? പോയിൻറ്റ് 3 3 വരയ്ക്കുമ്പോൾ ഇവിടെ 3, എക്സ് ആക്സിസിൽ 3, y ആക്സിസിൽ 3. അപ്പോൾ പരാബോള എങ്ങനെയാണ്? ചെരിഞ്ഞ് വന്നു, ഇവിടെയാണ് ഏകദേശം മാർക്ക് ചെയ്യുക 3 3 എന്നുള്ള പോയിൻറ്റ്. ദെൻ എക്സ് ആക്സിസ് 4 ആകുമ്പോഴോ, എക്സ് ആക്സിസിലെ വാല്യൂ 4 ആകുമ്പോൾ 4 0 എന്നുള്ള പോയിൻ്റാണ്. 4 0 എന്നുള്ള പോയിൻ്റ് ഏതാണ്? എക്സ് ആക്സിസിലാണ്. അപ്പോൾ ഓരോ പോയിൻ്റും ഒന്ന് വേണേൽ പ്ലോട്ട് ചെയ്ത് വാല്യൂസ് വേണേൽ എഴുതി വെക്കാം, അല്ലെങ്കിലും ഇതങ്ങ് മാർക്ക് ചെയ്ത് വരച്ചാൽ മതി. അപ്പോൾ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം 1 3 വന്നു, ദെൻ 2 4, അത് കഴിഞ്ഞിട്ട് 3 3 4 0. അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഏകദേശം അല്ല, ഒരു പരാബോളയുടെ ഷേപ്പ് തന്നെയായിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ജനറലായിട്ട് അറിയാത്ത പരാബോളാസ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, പറഞ്ഞേക്കുന്ന ലൈൻ എന്താണ്? y ഈക്വൽ ടു എക്സ് ആണ് പറഞ്ഞേക്കുന്നത്. y ഈക്വൽ ടു എക്സ് എന്താണെന്ന് നമുക്കറിയാലോ. എന്താ? ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് പാസിങ് ത്രൂ ദ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ് y ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ഏത് പോയിൻറ്റിൽ കൂടെയാണ് ലൈൻ പാസ് ചെയ്യണമെന്നുള്ള രീതിയിലും നോക്കുക. y ഈക്വൽ ടു എക്സ് എന്നുള്ള പോയിൻറ്റ് വേണം. അപ്പോൾ എന്താണ്? y ഈക്വൽ ടു എക്സ് വരുന്ന പോയിൻറ്റ് ഇവിടെ എന്താണ്? 3 3 ആണ്. അപ്പോൾ 3 3 കൂടെ ഇവിടെ പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മൾ, ഒരു ലൈൻ ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യണം, ദെൻ പിന്നെ 3 3 കൂടെ കടന്നു പോകണം അല്ലേ. y ഈക്വൽ ടു എക്സ് ആണ് നമ്മൾ വരയ്ക്കണത്, y ഈക്വൽ ടു എക്സ്. ഇതെന്താണ്? ഇത് ഏത് പരാബോളയാണ്? y ഈക്വൽ ടു 4x - x². അത് രണ്ടും എഴുതി വെച്ചു.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന കർവ് മാർക്ക് ചെയ്യുന്ന രീതി. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻസിൽ ഉള്ള രീതിയിലെല്ലാം നമുക്ക് പരാബോളാസ് തന്നേക്കണമെങ്കിൽ ഈ രീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് വൈ കണ്ടുപിടിച്ചിട്ട് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ ഗ്രാഫ് നമുക്ക് കിട്ടി. ഇനി എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രിപ്പോ വെർട്ടിക്കൽ സ്ട്രിപ്പോ ഏതെങ്കിലും ഒരെണ്ണം കൺസിഡർ ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഞാൻ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോർഷൻ വൈ ആക്സിസിന് പാരലായിട്ട് വരുന്ന രീതിയിൽ ഒരു പോർഷൻ ആ ഗ്രാഫിൽ നിന്ന് കൺസിഡർ ചെയ്തു. അതാണ് വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസിങ് വെർട്ടിക്കൽ സ്ട്രിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇക്വേഷൻസ് ഒന്നും എടുത്തെഴുതാണ്. y = 4x - x². അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? y = x സ്ട്രെയിറ്റ് ലൈൻ, അത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, നൗ നമുക്ക് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണമല്ലോ. 3 എന്ന് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്കറിയാം. ഇവിടെ കിട്ടിയല്ലോ ലൈൻ വെച്ചാൽ y = x എന്നുള്ള പോയിന്റിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 3 ആണെന്ന് നമുക്കറിയാം. ഇനി ചെയ്യുന്നതാണ് രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എന്താണ്? രണ്ട് സൈഡിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻസ് 1 and 2 ഇക്വേഷൻ 1 ഉം 2 ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? x = 4x - x². x = 4x - x² എന്ന് കിട്ടും. ദെൻ -4x + x = 0 എന്നുള്ള രീതിയിൽ എഴുതാമല്ലോ ഇതിനെ, ഇല്ലേ? സ്ക്വയർ -4x + x എന്ന് പറയുമ്പോഴത്തേക്കും -3x. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിലൊരു x കോമൺ എടുക്കാമല്ലോ. സോ x - 3 x × x - 3 = 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ x = 0 അല്ലെങ്കിൽ x - 3 = 0. x - 3 0 ആണെങ്കിൽ x = 3 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 3 എന്നുള്ള പോയിന്റ് y = x എന്നുള്ള ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വേറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. ഓക്കെ, സ്റ്റെപ്പ് വൈസ് എഴുതണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റും കണ്ടുപിടിക്കാം. ലിമിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. സോ ദെയർഫോർ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞത് ഡബിൾ ഇൻ്റഗ്രൽ dA എന്നാണ്, അല്ലേ? ഡബിൾ ഇൻ്റഗ്രൽ dA ആണ്. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ഇവിടെ ഓവർ ദ റീജിയൻ R ആണ്. ദെൻ ഡബിൾ ഇൻ്റഗ്രൽ dy dx വേണം, dx dy വേണം. നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ dy dx എന്നാണ്. ഇവിടുത്തെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഓക്കെ, 3 ഇപ്പോൾ 0 0 3 ആണ് ഇവിടുത്തെ രണ്ട് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ആ പരാബോളയിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0 0 3 നമ്മുടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ചേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം. വെർട്ടിക്കൽ സ്ട്രിപ്പ് മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണല്ലോ മൂവ് ചെയ്യുന്നത്. അവിടെ വൈ കോർഡിനേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നത് നമ്മളെപ്പോഴും ലോവർ ലിമിറ്റ് എഴുതുമ്പോൾ ലോവർ പോർഷനിൽ ഏത് കർവാണെന്ന് നോക്കുക. ആ കർവിലുള്ള വാല്യൂ വേണം എഴുതാൻ. ഇവിടെ നമ്മൾ 0 എന്ന് എഴുതരുത്. വൈയുടെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഇവിടുത്തെ കർവ് ഏതാണോ ആ കർവ്, ലോവർ പോർഷനിലുള്ള കർവ്, ഇത് അപ്പർ പോർഷനിലാണ് വന്നേക്കുന്നത്. ലോവർ പോർഷനിലുള്ള കർവ് y = x എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പം ഇവിടെ എഴുതേണ്ട ലിമിറ്റ് എന്താണ്? x എന്നാണ് എഴുതുന്നത്. x എന്നുള്ള വാല്യൂ തൊട്ട് നമ്മുടെ സ്ട്രിപ്പ് എങ്ങനെയാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന പോർഷൻ? ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. y = x എന്നുള്ള ആ ലൈനും അതുപോലെ ഈ പരാബോളയുടെ ഈ പോർഷനിലും ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള പോയിന്റിലാണ്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? നമ്മുടെ വേരിയബിൾ ലിമിറ്റാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അവിടുത്തെ കർവ് ഏതാണ്? അപ്പർ പോർഷനിലുള്ള കർവ് ഏതാണ്? അപ്പർ പോർഷനിൽ വന്നേക്കുന്ന കർവ് എന്ന് പറയുന്നത് ഈ പരാബോളയാണ് വന്നേക്കുന്നത്. ആ പരാബോളയിൽ വൈയുടെ വാല്യൂ എന്താണ്? y = 4x - x² ആണ്. സോ അത് വേണം അപ്പർ ലിമിറ്റായിട്ട് എഴുതാൻ. അപ്പർ പോർഷനിൽ ഏത് കർവാണോ വന്നേക്കുന്നത് ആ ലിമിറ്റ് വേണം, അല്ലെങ്കിൽ ആ y വാല്യൂ വേണം അവിടുത്തെ അപ്പർ ലിമിറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. സോ 4x - x² ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ്, വൈയുടെ അപ്പർ ലിമിറ്റ്. വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് x ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ലിമിറ്റ് എഴുതേണ്ടത്. ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എക്സ് കോർഡിനേറ്റിൻ്റെ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആയിരിക്കുമല്ലോ, ഔട്ടർ ലിമിറ്റാണ്, കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. അപ്പം സോ x = 0 ഇവിടുത്തെ ഒറിജിനിൽ നിന്ന് എവിടം വരെയാണ് മൂവ് ചെയ്യുന്നത്? എക്സിൻ്റെ വാല്യൂ 0 എക്സ് കോർഡിനേറ്റ് ഇവിടെ വരുമ്പോൾ എന്താണ്? ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഈ ഔട്ടർ സ്ട്രിപ്പ് ഈ
വെർട്ടിക്കൽ സ്ട്രിപ്പും എൻഡ് ചെയ്യുന്നത് ഈ പോർഷനിലാണ്. അപ്പം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. അപ്പോൾ 0 to 3 ആണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിൻ്റെ എക്സിൻ്റെ ലിമിറ്റ്, എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ എക്സ് ഈക്വൽ ടു 0 to 3. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ലിമിറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒന്ന് സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കാം. ഒറ്റയടിക്ക് മനസ്സിലായില്ലെങ്കിൽ 1-2 പ്രാവശ്യം കേട്ട് ഒന്ന് ശ്രദ്ധയോടെ ഇരുന്ന് ഒന്ന് മനസ്സിരുത്തി ഒന്ന് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ലിമിറ്റ് എങ്ങനെയാണ് എടുക്കണത്, ലിമിറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം തെറ്റിപ്പോവും. ലിമിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള ശ്രദ്ധാപൂർവം ഒന്ന് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ ഫംഗ്ഷൻ ഒന്നും ഇല്ലല്ലോ, നമ്മൾ ഇൻ്റഗ്രൽ ഓവർ 1 ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക, y എന്നായിരിക്കും കിട്ടുക. സോ ആദ്യത്തെ ഇൻ്റഗ്രൽ എഴുതി, ഇൻ്റഗ്രൽ 0 to 3, ദെൻ y, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് 4x - x², ലോവർ ലിമിറ്റ് x, ദെൻ dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3. ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ പ്ലേസിൽ എത്ര കൊടുക്കണം, 4x - x². സോ 4x - x², ദെൻ ലോവർ ലിമിറ്റ് x മൈനസ് x dx എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 3, 4x - x 3x, 3x - x² dx. ഓക്കെ, 3x - x² dx. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാലോ, എ ഫംഗ്ഷൻ ഇൻ എക്സ് ഓൺലി എന്നുള്ള ഫോമിലായി. അപ്പോൾ ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3x²/2, ദെൻ അടുത്ത ടൈം എന്തായിരുന്നു, x² ആയിരുന്നു. x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3, ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് 3, ലോവർ ലിമിറ്റ് 0. ഓക്കെ, അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ കൊടുക്കുമ്പോൾ 3/2 ഇൻറ്റു എക്സിൻ്റെ ടൈമിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 3 9 വരും. ദെൻ മൈനസ് 3³, അപ്പോൾ 3³/3 ആണ്. ഒരു 3 ക്യാൻസൽ ചെയ്യാലോ അവിടെ. അപ്പോൾ ഞാൻ 3² 9 എന്ന് തന്നെ എഴുതി. ഓക്കെ, ദെൻ മൈനസ് 2 ടൈമിലും 0 ഉള്ള കാരണം 0, 2 ടൈമിലും 0 ആയിക്കോളും. സോ 9 × 3 27 അല്ലേ, 27/2 മൈനസ് 9 എന്ന് കിട്ടും. എടുത്തു കഴിഞ്ഞാൽ 27 - 18 എന്ന് വരും അല്ലേ, 9/2.